ഈ 4 മിത്തുകൾ സീക്രറ്റ്ലി ഒരുപക്ഷെ നിങ്ങളുടെ നല്ലൊരു റിലേഷൻഷിപ്പിനെ റൂയിൻ ചെയ്യുന്നുണ്ടാവും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ വേദനിപ്പിക്കില്ല എന്നുള്ളത്. മനുഷ്യന്മാരിലെ എല്ലാവരെയും വേദനിപ്പിക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി എങ്ങനെയാണത് ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അയാളുടെ എഫേർട്സ് ആണ് ഇവിടെ മാറ്റർ ചെയ്യപ്പെടുന്നത്. മനുഷ്യന്മാരെ കൊണ്ട് വേദനിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സോൾമേറ്റിന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അറിയാൻ പറ്റുന്നതാണ്. ആർക്കും ആരുടെയും മനസ്സൊന്നും വായിക്കാൻ പറ്റില്ല. നല്ലൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് ആ ഓപ്പോസിറ്റ് വ്യക്തിയോട് തുറന്ന് പറയാന്നുള്ളതാണ്. അല്ലാതെ അയാളത് ഗസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പാറ്റബിൾ അല്ല എന്നാണ്. നമ്മൾ രണ്ടുപേരും 2 ഇൻഡിവിജ്വൽസ് അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി അഭിപ്രായ വ്യത്യാസങ്ങളും ആർഗ്യുമെൻറ്റുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് വരുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്ത് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നാലാമത്തേന്ന് പറയുന്നത്, ആ സ്പാർക്ക് ഫെയ്ഡ് ആയിക്കഴിഞ്ഞാൽ ലവ് ഇല്ലാതെയാവുന്നുള്ളതാണ്. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തുടക്ക കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സ്പാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് ആ സ്പാർക്കിനെ ചിലപ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. റിയൽ ലൈഫ് പ്രോബ്ലംസും ഒക്കെ വരുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റിൽ അതിന് ഡീപ്ലി അവിടെ ലവ് എന്ന് പറയുന്നത് ഉണ്ടാവും. റിയലായിട്ട് കണക്ഷൻ ഗ്രോ ചെയ്യുന്നത് നമ്മൾ പരസ്പരം നല്ല രീതിയിൽ കണക്റ്റഡ് ആകുമ്പോഴും കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇതേപോലെയുള്ള ലവ്, റിലേഷൻഷിപ്പ് ആൻഡ് അട്രാക്ഷൻ വീഡിയോസിനോട് ഡോണ്ട് ഫർഗെറ്റ് ഫോർ വിഷ്വൽ ബിന്ദു ബാബു.